നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ പദ്ധതികളുമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി അവതരിപ്പിച്ചു. കാസർഗോഡ് ചൂരിയിലെ തോടിലൂടെ ഒഴുകുന്നത് മാരകമായ മലിനജലം. തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ റംസാൻ റിലീഫും ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കാസർഗോഡൻ സംരംഭകൻ. ദോഹയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമദ് കുറ്റിക്കോലിന്റെ സ്ഥാപനമാണ് നേട്ടം കൈവരിച്ചത്. കിടപ്പ് രോഗികളെ പരിചരിച്ചു വരുന്നവർക്ക് പരിശീലനം നൽകി. ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. കാസർഗോഡിന്റെ സമഗ്ര മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് വിവിധ പദ്ധതികളുമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 49,90,25,919 രൂപ പ്രതീക്ഷിത വരവും 49,70,36,970 രൂപ പ്രതീക്ഷിത ചിലവും ഉൾപ്പെടെ 19,88,949 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി അവതരിപ്പിച്ചത്. ഉൽപാദന മേഖല, സേവന മേഖല, മാലിന്യ നിർമ്മാർജ്ജനം, പശ്ചാത്തല മേഖല തുടങ്ങി സർവ്വമേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മികച്ച പദ്ധതികളുമായാണ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 49,90,25,919 രൂപ പ്രതീക്ഷിത വരവും 49,70,36,970 രൂപ പ്രതീക്ഷിത ചിലവും ഉൾപ്പെടെ 19,88,949 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും ക്ഷീരവികസനത്തിനും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ ഇതിനായി ആകെ 59,02,500 രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്വയം തൊഴിൽ പദ്ധതികൾക്ക് ഊന്നൽ നൽകി ശാസ്ത്രീയമായി ആവിഷ്കരിക്കുന്നതിനും ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ പുനരുദ്ധാരണത്തിന് 51 ലക്ഷവും ABC പദ്ധതി വിഹിതമായി 3 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ കുടിവെള്ളത്തിൻ്റെ വിതരണം ഉറപ്പുവരുത്തുന്നതിന് 60 ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിനായി 2,43,77,000 രൂപയും ആരോഗ്യരംഗത്ത് 1,78,60,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. SC/ST വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി 1,30,63,000 രൂപ വകയിരുത്തി. വയോജന പരിപാലനത്തിനായി 10 ലക്ഷം രൂപയും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമത്തിനായി 40 ലക്ഷം രൂപയും സാംസ്കാരിക അനൗപചാരിക വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി 36,10,000 രൂപയും വകയിരുത്തി. 2 PHCകളുടെയും ഹോമിയോ ആശുപത്രികളുടെയും അടിസ്ഥാന സൗകര്യത്തിനായി 15,25,000 രൂപയും അംഗൻവാടി പോഷകാഹാര പദ്ധതിക്ക് 36 ലക്ഷം രൂപയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കായി 36,12,89,070 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പൊതുകെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, പൊതുയിടങ്ങളിലെ വൈദ്യുതീകരണം എന്നിങ്ങനെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 2,44,30,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന നിരവധി പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആകെ പ്രതീക്ഷിക്കുന്ന വരുമാനം 49,85,21,070 ചെലവ് 49,36,970 രൂപയും ബാക്കി 19,88,949 രൂപ നീക്കിയിരിക്കും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്. ഈ ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റിൻ്റെയും മറ്റ് ഭരണസമിതി അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈമ CA അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബജറ്റിന്മേൽ ചർച്ച നടക്കുകയും ബജറ്റ് അംഗീകരിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചൂരിയിലെ തോടിലൂടെ ഒഴുകുന്നത് മാരകമായ മലിനജലം.
നഗരത്തിലെ ആശുപത്രി, ഹോട്ടൽ, ലോഡ്ജ് എന്നിവിടങ്ങളിലെ മലിനജലമാണ് വർഷങ്ങളായി ഈ തോട്ടിലൂടെ ഒഴുക്കിവിടുന്നത്. പകർച്ചവ്യാധി കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. കാസർഗോഡ് നഗരത്തിന്റെ സമീപ പ്രദേശമായ ചൂരിയുടെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന തോടിന്റെ ശോചനീയാവസ്ഥ വർഷങ്ങളായി പരിഹാരമില്ലാതെ തുടരുകയാണ്. മുൻകാലത്ത് നല്ല രീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന തോടായിരുന്നു ഇത്. എന്നാൽ പിന്നീട് ഈ തോട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനുള്ള സ്ഥലമായി മാറി. നഗരത്തിലെ ആശുപത്രി, ഹോട്ടൽ, ലോഡ്ജ് എന്നിവിടങ്ങളിലെ മലിനജലമാണ് വർഷങ്ങളായി ഈ തോട്ടിലൂടെ ഒഴുക്കിവിടുന്നത്. പകർച്ചവ്യാധി കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഈ തോട്ടിൽ മലിനജലം ഒഴുകുന്നത് വർഷങ്ങളായി. എല്ലാ വർഷം വേനൽക്കാലത്ത് ഇതുപോലെ മലിനജലം കൂടി നിൽക്കും. മഴക്കാലത്ത് ഒഴുകിപ്പോകാറാണ് പതിവ്. ഇത് എവിടുന്ന് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ഈ ഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണുന്നത്. ഇത് മധൂർ പഞ്ചായത്താണ് ഇത് ഈ സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് നമ്മളിത് പള്ളി കുറേ വീട് 100 പല പ്രശ്നങ്ങളുണ്ട്. കൊതുക് പ്രശ്നം, മഞ്ഞപ്പിത്തം, പല പ്രശ്നം കൊണ്ട് ഇവിടെ പൊറുതിമുട്ടുകയാണ്. അധികാരികൾക്ക് പലവട്ടം കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പരിഹാരം ഇതുവരെ കണ്ടില്ല. ആ പരാതി കൊടുക്കുന്ന ആ സമയത്ത് വന്നിട്ട് ഇത് സന്ദർശിച്ച് ഇതെല്ലാ വീട്ടിലേക്കും വരും. അത് കഴിഞ്ഞിട്ട് അവർ പോയി ഇത് ശരിയാക്കി തരാം, അങ്ങനെ തരാം, ഇത് തന്നത്. ജനങ്ങളുടെ അശ്രദ്ധയും അവബോധമില്ലായ്മയും തോട് മലിനമാക്കുന്നതിൽ ഒരു പ്രധാന കാരണമാണ്. ആളുകൾ വലിച്ചെറിയുന്നതും ഒഴുകിവരുന്നതുമായ മാലിന്യങ്ങൾ തോടിനെ മലിനപ്പെടുത്തി അസുഖങ്ങൾ പടരുന്നതിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കുന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ തോടിലൂടെ ഒഴുകി ചിലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്നുമുണ്ട്. എല്ലാ വർഷവും തോടിൽ വേണ്ട രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമൂലം തോട് ദിനംപ്രതി മലിനപ്പെടുന്ന അവസ്ഥയാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ റംസാൻ റിലീഫും സംഗമവും സമൂഹ ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ചെർക്കളം അബ്ദുള്ള മഞ്ചേശ്വരത്തിന്റെ ഭൂമികയിൽ മതേതര മൂല്യങ്ങൾ ദൃഢതയോടെ കൊണ്ടുനടന്ന നേതാവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ കുമ്പളയിൽ 16ാമത് റംസാൻ റിലീഫും സംഗമവും സമൂഹ ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രപഞ്ചവും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും തമ്മിൽ, മനുഷ്യനും പ്രകൃതിയും തമ്മിൽ, മനുഷ്യനും ഈ ലോകത്തെ സകല ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം അതിൽ വിവരിക്കുന്നുണ്ട്. ഖുർആനിൽ പ്രതിപാദിക്കതായി ഒരു കാര്യവും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റും സംഘടനാ മുഖ്യ രക്ഷാധികാരിയുമായ കലക്ടർ മാഹിൻ ഹാജി കുമ്പോൽ സയ്യിദ് KS ഷമീം തങ്ങൾക്ക് റംസാൻ റിലീഫ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. AK ആരിഫ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ കൺവീനറും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഷ്റഫ് കർല സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി തർജമയിൽ A ഗ്രേഡ് നേടിയ നഫീസ അൽബിഷ ബിൻറ്റ് അബ്രു ബദ്രിയ നഗർ, ജില്ലാ ഐ ലീഗ് ഫുട്ബോളിലെ മികച്ച താരം മുഹമ്മദ് റഫീഖ് അൻസാർ അങ്കടിമുഗർ എന്നിവരെ അനുമോദിച്ചു. 100ൽ പരം അതിഥികൾ സംബന്ധിച്ച ഇഫ്താർ സ്നേഹവിരുന്നിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അസീസ് മരിക്കെ, K മഞ്ജുനാഥ ആൾവ, CA സുബൈർ, സുകുമാര കുതിരപ്പാടി, അഹമ്മദ് അലി കുമ്പള, രവി പൂജാരി, യൂസഫ് ഉളുവാർ, ജനപ്രതിനിധികളായ UP താഹിറ യൂസഫ്, നാസർ മൊഗ്രാൽ, ജമീല സിദ്ദീഖ്, സബൂറ M, BA റഹ്മാൻ ആരിക്കാടി, ഹനീഫ് പാറ, സാമൂഹിക സാംസ്കാരിക വ്യവസായ പ്രമുഖരായ TP രഞ്ജിത്ത്, രാജീവൻ ബാബു, TV രതീഷ്, ഗഫൂർ എരിയാൽ, നാസർ ചെർക്കളം, ഇബ്രാഹിം മുണ്ടിത്തടുക്ക, കലീൽ മാസ്റ്റർ, കബീർ ചെർക്കളം, കയ്യും മാന്യ, സെഡ് മൊഗ്രാൽ, സത്താർ ആരിക്കാടി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഔട്ട്ഡോർ ലൈറ്റിംഗ് പ്രദർശനം നടത്തി വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കാസർഗോഡൻ സംരംഭകൻ. ദോഹയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമദ് കുറ്റിക്കോലിന്റെ ലിമാക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് എന്ന സ്ഥാപനമാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. സമദിന്റെ സഹോദരൻ ഷെരീഫ് കുറ്റിക്കോലും ഈ മേഖലയിലെ സംരംഭകനാണ്. ഖത്തറിലെ പ്രവാസി സംരംഭകർ സമദ് കുറ്റിക്കോൽ, സഹോദരൻ ഷെരീഫ് കുറ്റിക്കോൽ എന്നിവർ ഒരു ദശാബ്ദക്കാലമായി ദോഹയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ്സ് മേഖലയിൽ ബിസിനസ് സംരംഭകരാണ്.
ലീമാക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് എന്ന പേരിലുള്ള സമദിൻ്റെ സ്ഥാപനം ലോകത്തിലെ ഏറ്റവും വലിയ ഔട്ട്ഡോർ ലൈറ്റിംഗ് പ്രദർശനം നടത്തി വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 3689.55 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഔട്ട്ഡോർ ലൈറ്റിംഗ് കാനോപ്പി നടത്തിയാണ് ഈ അപൂർവ നേട്ടം സമദിൻ്റെ ദോഹയിലുള്ള കമ്പനിയായ ലീമാക്സ് കരസ്ഥമാക്കിയത്. 2022 ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ഇലക്ട്രിക്കൽ ലുമിനറീസ് വിതരണക്കാരാണ് സമദിൻ്റെ ലുമാക്സ് എന്ന സ്ഥാപനം. ഖത്തറിലെ പേൾ വില്ലേജിനെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിംഗ് വിസ്മയമാക്കിയ ഈ കാസർഗോട്ടുകാരൻ്റെ കുടുംബ വീട് പടന്നക്കാടാണ്. ദുബായിലെ പ്രശസ്ത സൈഫ്ലൈൻ ഇലക്ട്രോണിക്സ് ലുമാക്സിൻ്റെ സഹോദര സ്ഥാപനമാണ്. ജീവകാരുണ്യ പ്രവർത്തകനായിരുന്ന പരേതനായ കുറ്റിക്കോൽ ഇബ്രാഹിം ഹാജിയുടെയും ദൈനബ ഇബ്രാഹിം ഹാജിയുടെയും മക്കളാണ് ഈ യുവ സംരംഭകർ. ഡോക്ടർ അബൂബക്കർ, അബ്ദുൽ ബഷീർ, അഹമ്മദ് ഷെരീഫ്, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ അകത്തും പുറത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇവർക്കറിയാവുന്ന ജോലി, പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും ജോലി, സ്വന്തമായി അറിയാവുന്ന ജോലി, ഒരു കാശ് പോലും അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കാതെ അവർക്ക് വേണ്ടി, അങ്ങനെയുള്ള അർഹതപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അബ്ദുൽ സത്താർ ചെമ്മനാട് അധ്യക്ഷത വഹിച്ചു. മുൻ DYSP അബ്ദുൽ റഹീം മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലറും കൂട്ടായ്മ വൈസ് പ്രസിഡന്റുമായ BS സൈനുദ്ദീൻ തുരുത്തി, കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഷാഹുൽ ഹമീദ്, KSEB കാസർഗോഡ് സെക്ഷൻ AE സദർ റിയാസ്, ഓവർസിയർ അബ്ദുൽ ലത്തീഫ്, സാന്ത്വനം ഇലക്ട്രീഷ്യൻ കൂട്ടായ്മ ചെയർമാൻ ഷെരീഫ് മല്ലം, ട്രഷറർ അബൂബക്കർ എരുതുംകടവ്, നസീർ തെക്കേക്കര, ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഫാറൂഖ്, യുവ വ്യവസായി അബ്ദുൽ റഷീദ് ഹാജി കൊല്ലം ഗാനം തുടങ്ങിയവർ സംബന്ധിച്ചു. കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അബു സ്വാലി ഉപ്പള സ്വാഗതവും അബ്ബാസ് പൊയ്യവളപ്പ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്നക്കാട് കേരള കാർഷിക സർവകലാശാലയുടെയും മഞ്ചേശ്വരം കാർഷിക ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമീണ പ്രവൃത്തി പരിചയം 2024-25 വല്ലരിയോടനുബന്ധിച്ച് ഏകദിന കാർഷിക രോഗ കീടപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പടന്നക്കാട് കേരള കാർഷിക സർവകലാശാലയിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയം 2024-25 വല്ലരിയോടനുബന്ധിച്ച് കാർഷിക കോളേജിന്റെയും മഞ്ചേശ്വരം കാർഷിക ഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് ഓഫീസ് ഹാളിൽ ഏകദിന കാർഷിക രോഗ കീട പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീന ടീച്ചർ ಕ್ಯಾಂಪ್ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ರೈತರು ಕೂಡ ಈ ಸಂಘದಲ್ಲಿ ಇದ್ದಾರೆ. ನಿಜವಾಗಿಯೂ ನಮಗೆ ಈ ಆಗ್ರೋ ಕ್ಲಿನಿಕ್ ಈಚೆಗೆ ಬಂದಿದೆ, ಇನ್ನು ಕೀಟ ಹಾಗೂ ಎಲ್ಲವೂ ನಾಶವಾಗ್ತದೆ ಅಂತ ನಾವು ಭರವಸೆ ಇಟ್ಟು ನಮ್ಮ ರೈತರು ನಮ್ಮ ಜೊತೆಗೆ ಇಲ್ಲಿದ್ದಾರೆ. ಈ ಕ್ಲಿನಿಕ್ಗೆ ಬಂದು ಅವರೊಂದು ಉದ್ದೇಶದಿಂದ ಬರ್ತಾರೆ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. ആദ്യ സസ്യരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജീഷ് PK സ്വാഗതം പറഞ്ഞു. കീടശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ KM ശ്രീകുമാർ വിഷയാവതരണം നടത്തി. മെമ്പർമാരായ N അബ്ദുൽ ഹമീദ്, ഷംസീന, സുപ്രിയ ഷേണായ്, സയൻസ് ഡിപ്പാർട്ട്മെന്റ് HOD രമേശ, സുജിത PS, ശ്രീനാഥ് P എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങളിലുള്ള പ്രദർശനങ്ങൾ നടന്നു. കർഷകർ വിദ്യാർത്ഥികളുമായി പ്രദേശത്തെ വിവിധ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കാർഷിക പ്രദർശനവും സർവകലാശാലയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ ബീഡി തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയ യാത്രയയപ്പ് കൗതുകമായി. ശനിയാഴ്ച രാവിലെ ദമാസ് ബസ്സിലാണ് മധുര പലഹാരങ്ങൾ വിളമ്പിയും ഉപഹാരങ്ങൾ നൽകിയും യാത്രയയപ്പ് നടന്നത്. യാത്രയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ ബീഡി തൊഴിലാളികൾക്ക് മിനിറ്റുകൾ നീളുന്ന ഒരു യാത്രയയപ്പ്. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലാണ് സ്ഥിരം യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് വേറിട്ട യാത്രയയപ്പ് നടത്തിയത്.
ശനിയാഴ്ച വിരമിക്കുന്ന തൃക്കരിപ്പൂർ ചൊവ്വേരി പെട്രോൾ പമ്പിനടുത്തുള്ള ദിനേശ് ബി ബ്രാഞ്ചിലെ തൊഴിലാളി പിലിക്കോട് വയൽ സ്വദേശിനി നാരായണിക്കാണ് ശനിയാഴ്ച രാവിലെ സ്വകാര്യ ബസ്സിലെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും മിനിറ്റുകൾ മാത്രം നീളുന്ന യാത്രയയപ്പ് ചടങ്ങ് നടത്തിയത്. ചെറുവത്തൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന ബസ്സിലെ യാത്രക്കാരാണ് ശനിയാഴ്ച രാവിലെ അപൂർവമായ ചടങ്ങിന് സാക്ഷികളായത്. ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് അടച്ച 5 മിനിറ്റിനുള്ളിലാണ് യാത്രയയപ്പ് നടന്നത്. സാധാരണ യാത്രയയപ്പ് ചടങ്ങിലെന്ന പോലെ ഉപഹാരം നൽകിയതിനു പുറമെ സ്ഥിരം യാത്രക്കാരുടെ മുൻകൈയിൽ സമ്മാനമായി നാരായണിക്ക് പുതുവസ്ത്രവും കിട്ടി. തുടർന്ന് ലഡുവും ഉണ്ണിയപ്പവും മുഴുവൻ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും സ്ഥിരം യാത്രക്കാരും വിതരണം ചെയ്തു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ടൗണിൽ ഇഫ്താർ വിരുന്നൊരുക്കുന്നതിൽ 19 വർഷം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നോമ്പ് 13-ന് സമൂഹ നോമ്പുതുറ നടത്തി. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MI ഷാജി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ ഒരുമിച്ചിരുത്തി സൗഹൃദം പങ്കുവയ്ക്കുന്നതിന് വേദിയൊരുക്കാറുള്ള വ്യാപാരി കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്ന് 19 വർഷം പിന്നിടുകയാണ്. ഹയാത്ത് കോംപ്ലക്സിൽ നടന്ന ഇഫ്താർ വിരുന്ന് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി MI ഷാജി ഉദ്ഘാടനം ചെയ്തു. നോമ്പുതുറ സംഗമം എന്ന് പറയാമെങ്കിലും ഇതൊരു സാമൂഹ്യ സംഗമമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹം കാണുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഇത്തവണ നോമ്പ് തുടങ്ങിയതിന് ശേഷം തമിഴ്നാട്ടിലെ പ്രശസ്തനായ സിനിമാ നടൻ വിജയ് ഇതര മതസ്ഥനാണ്, എന്നാലും ചെന്നൈ കേന്ദ്രീകരിച്ച് ഒരു നോമ്പുതുറ സംഗമവും അതിലെ എല്ലാ വിധത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഒരു നോമ്പുതുറ സംഗമം നടത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ചുഴലി മുഹിയുദ്ദീൻ മുസ്ലിയാർ മുഖ്യാതിഥിയായിരുന്നു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, സ്റ്റുഡന്റ് ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള, ഡോക്ടർ K സുധാകരൻ, AG നൂറുൽ അമീൻ, K മുഹമ്മദ് ആരിഫ്, VPP ഷുഹൈബ്, TS നജീബ്, VPP മുസ്തഫ, VV അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വീടുകൾക്കകത്ത് വർഷങ്ങളായി ജീവിതം നയിക്കുന്ന കിടപ്പു രോഗികളെ പരിചരിച്ചു വരുന്നവർക്ക് പരിശീലനം നൽകി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. രോഗികളുടെ പരിചാരകർക്കുള്ള പരിശീലന പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഇവരെ നോക്കി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വേറെ പണിക്ക് പോകാൻ പറ്റാതെ, ചിലപ്പോൾ അധികം ആരോടും പുറത്ത് അധികം പറയാൻ പോകാൻ പറ്റാത്ത, മാനസികമായിട്ട് നിങ്ങളുടെ മനസ്സും ചിലപ്പോൾ ആ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും നമ്മുടെ ആശാവർക്കർമാരും അതുപോലെ തന്നെ ഓമനിച്ച് ഉൾപ്പെടെയുള്ള നിങ്ങളെ കാണാൻ വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വരുന്നത് ഓമനിച്ച് അത് അതേപോലെ തന്നെ നിങ്ങളെ പേടിപ്പിച്ച് ചെയ്യുന്നുണ്ടാവും, അല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ചില സമയത്ത് നഖം മുറിക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഓമനിച്ച് അത് നിങ്ങളെ കൊണ്ട് നഖം മുറിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K രമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ MK ബിന്ദു, ചെറുവത്തൂർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് K അജിഷ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗം K മഞ്ജുഷ, കുടുംബശ്രീ CDS അധ്യക്ഷ ശ്രീജ ദിലീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ P മധു, പാലിയേറ്റീവ് നഴ്സ് K ഓമന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ഭീമയിൽ ഭീമ ഫെയറി ടെയിൽ വെഡ്ഡിംഗ്സ് എക്സിബിഷന് തുടക്കമായി. വൈവിധ്യമാർന്ന 100-ലധികം വിവാഹാഭരണ സെറ്റുകൾ, ആകർഷകമായ വെഡ്ഡിംഗ് പാക്കേജുകൾ, ഓഫറുകൾ എന്നിവ എക്സിബിഷന്റെ പ്രത്യേകതയാണ്. പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വിദഗ്ധാഭിപ്രായം നേടാനുള്ള അവസരവുമുണ്ട്. പ്രൗഢമായ ചടങ്ങിൽ ബിഗ് ബോസ് ഫെയിമും പ്രശസ്ത ബ്യൂട്ടീഷ്യനുമായ ജാൻമുണി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ജ്വല്ലറി മേഖലയിലെ ആദ്യത്തെ ഗ്രാൻഡ് വെഡ്ഡിംഗ് എക്സ്പോയും വിൽപ്പനയുമായ ഭീമ ഫെയർ ടെയിൽ വെഡ്ഡിങ്സിലൂടെ ഭീമ ജ്വല്ലറി വിവാഹ ഷോപ്പിംഗ് അനുഭവത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. വൈവിധ്യമാർന്ന 100-ലധികം വിവാഹ ആഭരണ സെറ്റുകൾ, ആകർഷകമായ വെഡ്ഡിംഗ് പാക്കേജുകൾ, ഓഫറുകൾ എന്നിവയുമായാണ് കാസർഗോഡ് ഭീമയിൽ ഭീമ ഫെയർ ടെയിൽ വെഡ്ഡിങ്സ് എക്സിബിഷൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രൗഢമായ ചടങ്ങിൽ ബിഗ് ബോസ് ഫെയിമും പ്രശസ്ത ബ്യൂട്ടീഷ്യനുമായ ജാൻമോണി എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇതിന്റെ ഇവിടെ നമുക്ക് ടെമ്പിൾ ജ്വല്ലറി ഇത് തന്നെ അല്ലേ. നോർമലി ഇതിന്റെ ഇവിടെ നമുക്ക് നമ്മുടെ പാർട്ടിക്കുലർ ജ്വല്ലറീസ് ഉണ്ട് ആസാമില്. പക്ഷെ കുറെ കാര്യങ്ങളനുസരിച്ച് നമ്മുടെ ടെമ്പിൾ കളക്ഷന്റെ ആസാമീസ് ട്രഡീഷണൽ ജ്വല്ലറി ഓൾമോസ്റ്റ് സെയിം ആണ്.
സോ അതിന് വേണ്ടി ചിലപ്പോൾ നമുക്ക് ആ ജ്വല്ലറി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഭീമാന്റെ എന്താ പറഞ്ഞ ഇപ്പോ ജ്വല്ലറി പറഞ്ഞ അതിന്റെ ഗോൾഡ് എന്റെ മാക്സിമം ബ്രൈറ്റ് ജെനുവൻലി പറഞ്ഞ മാക്സിമം ബ്രൈറ്റ് ഞാൻ എപ്പോഴും പറയുന്നത് ആ ഗോൾഡ് അല്ലേ ഭീമ ജ്വല്ലറി മാനേജരായ അമർനാഥ്, സുധീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള, കൽക്കത്ത, ചെട്ടിനാട് കൂടാതെ ആൻറ്റിക് തുടങ്ങി ഒട്ടനവധി വിവാഹ ആഭരണ സെറ്റുകളാണ് എക്സിബിഷനിലെത്തുന്നവരെ കാത്തിരിക്കുന്നതെന്നും ഭാവിയിലെ നവവധുമാർക്ക് വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള അവസരമാണ് ഭീമ ഒരുക്കിയിരിക്കുന്നതെന്നും ജ്വല്ലറി മാനേജർ അമർനാഥ് KCN ന്യൂസിനോട് പറഞ്ഞു. 100-ലധികം വെഡ്ഡിംഗ് സെറ്റുകളാണ് കസ്റ്റമേഴ്സിനായി ഭീമ ഒരുക്കിയിരിക്കുന്നത്. കേരള, കൽക്കട്ട, ചെട്ടിനാട് കളക്ഷൻസ് കൂടാതെ ആൻറ്റിക് അങ്ങനെ ഒട്ടനവധി 100-ലധികം വരുന്ന ഒട്ടനവധി വെഡ്ഡിംഗ് സെറ്റുകളാണ് ഭീമ കസ്റ്റമേഴ്സിനായി ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഭാവിയിലെ നവവധുക്കൾക്ക് അവരുടെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടെയാണ് ഭീമ നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. 100 വർഷത്തെ പാരമ്പര്യവും 4 കോടിയിലധികം വിവാഹങ്ങൾ അലങ്കരിച്ചതിൻ്റെ പ്രത്യേകതയുമുള്ള ഭീമ മണവാട്ടികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ വിവാഹ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക അവസരമാണ് ഭീമ ഫെയർടെയിൽ വെഡ്ഡിങ്സ് എക്സിബിഷനിലൂടെ നൽകുന്നത്. എക്സിബിഷനിൽ എത്തുന്നവർക്ക് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും മറ്റ് സേവനദാതാക്കളുടെയും വിദഗ്ധ മാർഗനിർദ്ദേശവും സേവനവും ലഭിക്കും. ഈ മനോഹരമായ നിമിഷങ്ങൾ വെറുമൊരു വിൽപ്പനയേക്കാളുപരി സ്നേഹത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ചാരുതയുടെയും ഒരു ആഘോഷം കൂടിയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സമം സാംസ്കാരികോത്സവത്തിന് അമ്പലത്തുകരയിൽ തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമം സാംസ്കാരികോത്സവത്തിന് അമ്പലത്തുകരയിൽ തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ നടി ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ടെങ്കിലും സാംസ്കാരികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇനിയും കൈവരിക്കാനുണ്ടെന്നും സമം പോലെയുള്ള ഇത്തരം പരിപാടികൾ ഇതിന് കൂടുതൽ പ്രചോദനമാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗായത്രി വർഷ പറഞ്ഞു. 8 വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ 8 വിവിധ മേഖലകൾ ഇന്റർനാഷണൽ ആയിട്ട് അവരുടെ പേര് ബ്രാൻഡ് ചെയ്ത എൻ്റെ പേര് ലോകോത്തരമായിട്ട് ഉയർന്നു നിൽക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സംഭാവനകൾ കൊടുത്തിട്ടുള്ളവരാണ്. അവർ സാംസ്കാരിക രംഗത്തുണ്ട്, അക്കാഡമിക് ലെവലിൽ ഡോക്ടേഴ്സായി നിൽക്കുന്നവരുണ്ട്, അതല്ലാതെ സാഹിത്യ കലാ സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ പ്രത്യേകതയുള്ളവരും വളരെ വലിയ നേട്ടങ്ങളിലേക്ക് വന്നിരിക്കുന്നതുമായി നമ്മുടെ ജില്ലയിലുള്ള സ്ത്രീകളെ ജില്ലാ പഞ്ചായത്ത്, ഈ ജില്ലയുടെ ഏറ്റവും ഉയർന്ന അധികാര പദവിയിൽ ഇരിക്കുന്ന ഭരണസമിതി അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന പ്രവർത്തനം ചരിത്രത്തെ അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന ഇടങ്ങളെ ബഹുമാനിക്കുക എന്ന് മാത്രമല്ല നാളെയിലേക്കുള്ള വലിയ പ്രചോദനമായിട്ട്, ഒരു സാംസ്കാരിക പ്രചോദനമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന ഈ സമം പരിപാടിയുടെ 4ാമത്തെ വർഷമാണിതെന്നും സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ സഹായകരമാകുമെന്നും പരിപാടിയുടെ അധ്യക്ഷയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. സിനിമാ നാടക നടൻ പ്രമോദ് വെളിയനാട്, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത, വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി സത്യ, ടി രാജൻ, രമ പത്മനാഭൻ, പഞ്ചായത്ത് മെമ്പർമാരായ എൻ ബാലകൃഷ്ണൻ, കെ വി പ്രമോദ്, വേലായുധൻ, മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നാരായണൻ എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് സ്വാഗതവും CDS ചെയർപേഴ്സൺ റീന നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ തരത്തിലുള്ള കലാപരിപാടികളും കേരള സംഗീത നാടക അക്കാദമി നാടക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നാടകം മാടൻ മോക്ഷ അരങ്ങേറി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമം പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ പങ്കാളികളാകും. സമാപന സമ്മേളനം മുൻമന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മിഞ്ചിപ്പദവ് ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷം വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാരു ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മിഞ്ചിപ്പദവ് ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാരു ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ചെയർമാൻ മധുസൂദന ആയർ അധ്യക്ഷത വഹിച്ചു. കൽക്കൂറ പ്രതിഷ്ഠാന പ്രസിഡന്റ് പ്രദീപ് കുമാർ കൽക്കൂറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അഡ്വക്കേറ്റ് രാംപ്രസാദ് ഷെട്ടി, ക്ഷേത്ര വർക്കിംഗ് പ്രസിഡന്റ് ദാമോദര മണിയാണെ, ജനജാഗൃതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഗുമുഖം, ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ്, ഗഡിനാട സാഹിത്യ സംസ്കൃതി അക്കാദമി പ്രസിഡന്റ് ചനിയപ്പ നായിക്, രാഘവ എം.എൻ., നാരായണ കേക്കടുക്ക, ചന്ദ്രശേഖര എം.എൻ., രാമചന്ദ്രായൻ, മനോജ് എം, സി സദാനന്ദ, സേവാസമിതി നവീകരണ കമ്മിറ്റി ഭാരവാഹികളും വനിതാ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ഞുമക്കൾക്കായി കാഞ്ഞങ്ങാട്ട് ഗവൺമെന്റ് ക്രഷ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം നടന്നു. കുഞ്ഞുങ്ങൾക്ക് പകൽ സംരക്ഷണം നൽകുന്ന അംഗൻവാടി കം ക്രഷ് പദ്ധതിക്ക് ജില്ലയിലും തുടക്കമായി. അംഗൻവാടി കുട്ടികൾക്കൊപ്പം 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ഈ പദ്ധതി. വനിതാ ശിശുവികസന വകുപ്പ്, കാഞ്ഞങ്ങാട് നഗരസഭ എന്നിവയുടെ നേതൃത്വത്തിൽ കുന്നുമ്മലിൽ ആരംഭിച്ച അംഗൻവാടി കം ക്രഷിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ലത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീശൻ K, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭാവതി K, നഗരസഭാ കൗൺസിലർ M. ശോഭന, നഗരസഭാ സെക്രട്ടറി അമിത P, കോട്ടച്ചേരി GLPS പ്രധാനാധ്യാപിക അംബിക, PTA പ്രസിഡന്റ് സേതു, മദർ PTA പ്രസിഡന്റ് രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി P അധ്യക്ഷത വഹിച്ചു. ICDS ശിശുവികസന പദ്ധതി ഓഫീസർ ആസിയ വക്കയിൽ സ്വാഗതവും ICDS സൂപ്പർവൈസർ രേഷ്മ KR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. GLPS കോട്ടച്ചേരി പ്രീ പ്രൈമറി മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ പഠന മികവുകളുടെ അവതരണവും പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നിർവഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭന M അധ്യക്ഷത വഹിച്ചു. ഹൊസ്തുർഗ് BRCയിലെ BPC രാജേഷ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 1-2 ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി തേനെഴുത്ത് രാജേഷ് മാസ്റ്റർ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് സേതു M, രജനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നാലപ്പാടം കുന്നത്ത് തറവാട് കുടുംബ സംഗമവും സ്മരണിക പ്രകാശനവും നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മീന ഉദ്ഘാടനം ചെയ്തു. നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കുടുംബ സംഗമവും സ്മരണിക പ്രകാശനവും സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മീന ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാഘവൻ തൊടുവയൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ഭക്തിഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ MV മധു സ്മരണിക ഏറ്റുവാങ്ങി. സ്മരണിക കമ്മിറ്റി ചെയർമാനും പത്രാധിപരുമായ നാലപ്പാടം പത്മനാഭൻ സ്മരണിക പരിചയപ്പെടുത്തി. പല്ലവ നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ചടങ്ങിൽ തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും തിരുമുടി എന്ന പേരിൽ പടക്കത്തി ഭഗവതിയുടെ ഭക്തിഗാനം രചിച്ച് CD തറവാടിന് സമർപ്പിച്ച സന്ധ്യ ജനാർദ്ദനൻ പയോലത്തെ ആദരിക്കുകയും ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട്ടംഗങ്ങളെ അനുമോദിച്ചു. തറവാടംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തറവാട് കാരണവർ നാരായണൻ പാടി, പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ഉദനൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ നാരായണൻ ബല്ല സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വരദ നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ പദ്ധതികളുമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി അവതരിപ്പിച്ചു. കാസർഗോഡ് ചൂരിയിലെ തോടിലൂടെ ഒഴുകുന്നത് മാരകമായ മലിനജലം. തോടിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. ചെർക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന പേരിൽ റംസാൻ റിലീഫും ഇഫ്താർ സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു.
വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കാസർഗോഡൻ സംരംഭകൻ. ദോഹയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ലൈറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമദ് കുറ്റിക്കോലിന്റെ സ്ഥാപനമാണ് നേട്ടം കൈവരിച്ചത്. കിടപ്പ് രോഗികളെ പരിചരിച്ചു വരുന്നവർക്ക് പരിശീലനം നൽകി. ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.